അവനെന്താ എന്റെ കൂടെ വരാത്തെ? അത് അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടായാലോ എന്ന് കരുതിയായിരിക്കും. മക്കൾ അമ്മമാർക്ക് ബുദ്ധിമുട്ടാവോ മോനെ? സത്യം പറ, എന്താ അവന് അസുഖം? അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും ഇല്ല അപ്പച്ചി. അത് വെറുതെ. അവനെന്തോ കാര്യമായ അസുഖമുണ്ട്. അതെല്ലാരും കൂടി എന്നിൽ നിന്ന് മറച്ചു വെക്കുക. ഇല്ലപ്പച്ചി, വിശാലിനൊന്നുമില്ല. ഉണ്ടെങ്കിൽ അപ്പച്ചിയോട് പറയാതിരിക്കൂ. എന്റെ ഒരേ ഒരു മോനെ അവൻ. ഒന്നല്ലേ ഉള്ളൂന്ന് കരുതി ലാളിച്ച വളർത്തിയത്. അതിന്റെ കുറെ ദോഷങ്ങൾ അവനുണ്ടായിരുന്നു. ജീവിതത്തെ ഒരിക്കൽ പോലും ഗൗരവത്തോടെ അവൻ കണ്ടിട്ടില്ല. എല്ലാം ഒരു തമാശയായിരുന്നു അവന്. ഒരിക്കൽ പൊട്ടിപ്പോയാൽ പിന്നീട് ഒരിക്കലും വിളക്കി ചേർക്കാൻ പറ്റാത്ത ചില്ലു പാത്രമാണ് ജീവിതമെന്ന് എന്തോ അവന് ഓർത്തില്ല. അതിന്റെ ഇപ്പൊ ഈ അനുഭവിക്കുന്നത് മുഴുവൻ. ഇങ്ങനെ ഒരു അനാഥനെ പോലെ നടക്കേണ്ടവനൊന്നും അല്ല അവൻ. പറ്റിപ്പോയി. ഇനിയെങ്കിലും ഇതിന്ന് ഒന്ന് രക്ഷപ്പെടാൻ പറ അവനോട്. വിശാലിനിപ്പോ നല്ല കുറ്റബോധമുണ്ട് അപ്പച്ചി. ചെയ്തു കൂട്ടിയ തെറ്റുകൾ തിരുത്തണമെന്നുണ്ട്. പക്ഷേ അപ്പച്ചി പറഞ്ഞ പോലെ പിന്നീട് വിളക്കി ചേർക്കാൻ പറ്റില്ലല്ലോ ഒന്നും. അതിന്റെ സങ്കടത്തിലാ വിശാല്. കഴിഞ്ഞത് കഴിഞ്ഞു. അവന് വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചൂടെ? എന്നിട്ടൊരു കുടുംബമായിട്ട് ജീവിച്ചൂടെ? മോനത് അവനോടൊന്ന് പറയായിരുന്നില്ലേ? കല്യാണം, കുടുംബം പറയാപ്പച്ചി. വിശാലിന്റെ മനസ്സൊന്ന് നേരെയാവട്ടെ. അസുഖം മാറിയെന്നല്ലേ പറഞ്ഞേ? പിന്നെന്താ പ്രശ്നം? പ്രശ്നം ഉണ്ടായിട്ടല്ല. അതൊക്കെ സംസാരിക്കാൻ പറ്റിയൊരു സമയം കിട്ടണ്ടേ? അപ്പച്ചി വിഷമിക്കണ്ട, ഞാൻ സംസാരിക്കാം. നിരഞ്ജൻ എന്നോടൊന്നും മറച്ചു വെക്കുന്നില്ലല്ലോ അല്ലേ? ഏയ്, ഒരിക്കലും ഇല്ല. എന്തോ മനസ്സിലാകെ ഒരു സ്വസ്ഥതയില്ലായിക. എന്താ കാരണമെന്ന് അറിയില്ല. തനിച്ചാവാൻ പോവാണെന്നൊരു തോന്നല്. അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കും, ഇല്ലേ മോനെ? ഏയ് ഇല്ല പച്ചി, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പച്ചി സമാധാനമായിട്ടിരിക്കെ. ഞാൻ പോയിട്ട് വരാം. സിദ്ധുവിനെ കണ്ടില്ലേ അച്ഛാ? കണ്ടു മോളെ. ആ ശരവണനെ കൊണ്ട് ഒരു ഹർജി ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോ ശരത്തിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മള് കുറെ കൂടി ശ്രദ്ധിക്കേണ്ട കാലം ഇനി വരാൻ പോകുന്നത്. അവൻ ജയിലിലാവുന്നത് വരെ നമ്മൾ സൂക്ഷിക്കണം. അവനെന്തായാലും നമ്മുടെ നീക്കങ്ങളൊക്കെ മണത്തറിയും. അവൻ പേടിച്ചിവിടുന്ന് മുങ്ങുമെന്ന് എൻ്റെ പേടി. അവനിവിടുന്ന് പോയാൽ അതോടെ എല്ലാം അവസാനിക്കും. അവന് രക്ഷപ്പെടാൻ പറ്റരുത്. ആ വിധത്തിൽ വേണം അവനെ കുരുക്കാൻ. പോലീസ് അവനെ സഹായിച്ചാൽ മാത്രമേ ഇനി അവന് രക്ഷപ്പെടാൻ പറ്റൂ. അതിനുള്ള സാധ്യത വളരെ കുറവാച്ചാ. 2 പോലീസ് ഓഫീസർമാരെയാ അവൻ കൊന്നിരിക്കുന്നത്. ഒന്ന് മുൻ ഡിവൈഎസ്പി നടേശൻ, SI റൂബി. അങ്ങനെയുള്ള ഒരുത്തനെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ സഹായിക്കോ? ഒരിക്കലുമില്ല. എനിക്ക് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എല്ലാവരും പറയുന്ന പോലെ എൻ്റെ അച്ഛൻ്റെ മരണത്തിൻ്റെ പിന്നിലും സുധിയേട്ടൻ മരിച്ചതിൻ്റെ പിന്നിലും ശരത്താണോ എന്ന്. അങ്ങനെയാണെങ്കിൽ അവനെ ഒരു കോടതിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. പിന്നെ വിചാരണയൊന്നുമില്ല, ശിക്ഷിക്കും. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞാൻ അവന് കൊടുക്കും.